ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ക്യാരറ്റ് അലുവ ഉണ്ടാക്കി നോക്കാം. ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടുത്തെ ക്യാരറ്റാണ്. അത് ഈ കളറിലാണ് ഇരിക്കുന്നത്. നമുക്ക് നാട്ടിലെ ക്യാരറ്റും യൂസ് ചെയ്യാം. നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കാണണം. ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആ ക്യാരറ്റ് എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഈ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മിക്സിയിലാണെങ്കിലും ക്രഷ് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 ലിറ്റർ പാലാണ് എടുക്കുന്നത് 1 കിലോ ക്യാരറ്റിന്. പിന്നെ ഒരു 250 ഗ്രാം പഞ്ചസാര, പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള കിസ്മിസും കാഷ്നട്ടും, നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാമോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്, ഒരു 50 ഗ്രാം ബട്ടർ. നിങ്ങൾക്ക് ഗീ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ കുക്കറാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലതായിട്ട് അടി കട്ടിയുള്ള പാത്രം എടുക്കണം. അപ്പോൾ നല്ലതായിട്ട് അത് ചൂടായപ്പോൾ ഞാൻ ആ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഇട്ട് കഴിഞ്ഞിട്ട് അതൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് ഇത് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. കാരണം പിന്നീട് അതിന് വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഗീ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തിട്ട് ലാസ്റ്റിൽ ആഡ് ചെയ്യാം. അപ്പം ഇപ്പോൾ അത് മാറ്റി കഴിഞ്ഞിട്ട് ഞാൻ ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അത് ഫുള്ളും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇവിടുത്തെ ക്യാരറ്റ്, തണുപ്പത്തെ ക്യാരറ്റ് ഇങ്ങനെയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഈ കളർ ഇരിക്കുന്നത്. പക്ഷെ നമ്മുടെ ക്യാരറ്റ് ആണെങ്കിലും കളറിനുള്ള കുഴപ്പമുണ്ടെങ്കിൽ തന്നെയും അതും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി ഞാനതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ആ നെയ്യിൽ ബട്ടറിൽ അതൊന്ന് നന്നായിട്ടതൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇത് നല്ലൊരു ഡെസേർട്ടാണ് കേട്ടോ. അപ്പോൾ പിന്നീട് ഞാനത് ഇളക്കി കഴിഞ്ഞിട്ട് 1 ലിറ്റർ പാൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഈ പാലിൽ കിടന്നിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരാനായിട്ട്. ഇനി നമുക്ക് ക്യാരറ്റ് ഒന്ന് ഇതിൽ കിടന്നത് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു ലിഡ് വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതായിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ നിങ്ങൾക്ക് അത് ഗ്യാസ് വെക്കാം. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയും കൊടുക്കുന്നുണ്ടല്ലോ. അടി കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് തന്നെ അത് അങ്ങനെ അടിക്കൊന്നും പിടിക്കില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് നിന്ന് ഇനി ആ പാലത് ക്യാരറ്റ് വെന്ത് കഴിഞ്ഞാലും ഇപ്പോൾ ഇതിൽ ഇച്ചിരി കൂടെ പാലുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്ന് വറ്റിച്ചെടുക്കണം. ഇനി ലാസ്റ്റ് നമുക്കതൊന്ന് തുറന്ന് വെച്ച് വറ്റിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഒന്ന് വറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആ ഷുഗർ എടുത്ത് വെച്ചിരിക്കുന്ന 250 ഗ്രാം ഷുഗർ നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഈ ഷുഗർ മെൽറ്റായി കഴിഞ്ഞാലും കുറച്ച് വെള്ളം പോലെ ഇരിക്കും. അത് നമ്മളൊന്ന് തുറന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. ഒരു ഡ്രൈ ആയിട്ടുള്ള പരുവമാണ് നമുക്ക് ഹൽവയുടെ കറക്റ്റായിട്ടുള്ള പാകം. അതുകൊണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇതൊന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിലിടാം കേട്ടോ. എന്നിട്ട് ഞാനിപ്പോൾ ഇത് 6 ഏലക്ക നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, അതിട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഞാൻ പറഞ്ഞത്. പാൽപ്പൊടിയാണ് 2 സ്പൂൺ. ഏത് പാൽപ്പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് നിങ്ങളൊന്ന് ഇട്ട് നോക്കണം. എന്നിട്ട് യൂസ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് എന്നോട് പറയണം ഇതെങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. വളരെ ടേസ്റ്റിയാണ്. ഇവിടെ നോർത്ത് സൈഡിലൊക്കെ നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഗസ്റ്റൊക്കെ വരുമ്പം നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം നമുക്കത് അഴുക്കാവാതെ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. ചൂടാക്കി നമുക്ക് കഴിക്കാൻ പറ്റും. കുഞ്ഞു മകൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഏത് പ്രായക്കാർക്കും ഇഷ്ടപ്പെടും. താങ്ക്സ് ഫോർ വാച്ചിങ്.